മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയും സാഗറും കാർ ഓടിച്ച് ഓഫീസിലെത്തുന്നു. നമ്മുടെ മഹാലക്ഷ്മി ഓഫീസിലിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മേഘനാഥൻ സാഗറിനെ വിളിച്ച് പറയുകയാണ്, എടാ നീ വേഗം ക്യാബിനിലേക്ക് ചെല്ല്, ഇന്ന് നീ മഹാലക്ഷ്മിയോട് മനസ്സ് തുറന്നില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ഈ പണി ഏൽപ്പിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സാഗർ രണ്ടും കൽപ്പിച്ച് നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി എന്റെ കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടോ? ഇവിടെ അടുത്തൊരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടുത്തെ ഫുഡ് നല്ലതാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ കണ്ണേട്ടനോട് ചോദിക്കട്ടെ, കണ്ണേട്ടൻ സമ്മതിക്കുകയാണെങ്കിൽ വരാമെന്നൊക്കെ. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി അങ്ങനെ കണ്ണനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി മുല്ലപ്പൂ ഒക്കെ ചൂടിയിരിക്കുന്നത് വീഡിയോ കോളിൽ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കോളൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, അവൻ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടെ വിളിച്ചതല്ലേ, താൻ പോയിക്കോടോ, എന്നിട്ട് വന്നിട്ട് ഫുഡിനെ പറ്റി പറയണമെന്നൊക്കെ പറഞ്ഞ് നല്ല സ്നേഹത്തിലാണ് കണ്ണൻ വിടുന്നത്. അപ്പോൾ മഹാലക്ഷ്മിയോട് സാഗർ പറയുന്നുണ്ട്, എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം കൂടി സംസാരിക്കാനുണ്ടെന്ന്. അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ എന്റെ ഒരു വിവാഹ കാര്യം പറയാനാണെന്ന് നമ്മുടെ സാഗർ പറയുന്നുണ്ട്. അതിനുശേഷം ഇരുവരും റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുകയാണ്, ആരെയാ സാഗർ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ. എന്തായാലും അവള് ഭാഗ്യമുള്ള കുട്ടിയാ, സാഗറിനെ പോലെയുള്ള ഒരാളെയല്ലേ കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, സാഗറിനെ ഇപ്പോൾ കണ്ടാൽ ഒരു കാമുകന്റെ കൂട്ടുണ്ട്, നാണവും ചമ്മലും എല്ലാം ഉണ്ടെന്ന് പറയുകയാണ്. ശേഷം നമ്മുടെ സാഗർ ലക്ഷ്മിയും ഫുഡൊക്കെ കഴിച്ച് കാറിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സാഗർ പറയുന്നുണ്ട്, ചേച്ചി എന്റെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ എന്നൊക്കെ, ഒന്ന് കയറുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി, അതിനെന്താ, ഞാൻ വീട്ടിലോട്ട് കയറാമല്ലോ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ മഹാലക്ഷ്മിക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.